കൊണിച്ചുവ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു, ബൗണ്ട് DMs, അതായത് വൺ പീസ് മാങ്ക എപ്പിസോഡ്സ് റിലീസാകുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊക്കെ പറയാനായിട്ട്. കവി ബാ, ഇവിടെ ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ തീർന്നിട്ടില്ല. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് എപ്പിസോഡാണ് ഇപ്പോൾ മാഗ ചാപ്റ്റർ ഇറങ്ങിയത്. സോ അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇത് സീരീസ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും പക്ഷെ ഇന്നത്തെ ചാപ്റ്റർ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഇത് കാണിക്കുകയാണ്. സൈഡിൽ ആരെങ്കിലും പടം വലുതാക്കി കൊടുത്തെന്നാൽ മതി. ഓട ഒരു മൈ ഹീറോ അക്കാഡമിയെ ട്രിബ്യൂട്ടായിട്ടാണ് എൻ്റെ കവർ പിക്ക് വരച്ചിരിക്കുന്നത്. 22 വർഷം മുമ്പ് MHAയുടെ ക്രിയേറ്റർ സെൻഡ് ചെയ്ത് അതിനെ ഓട റീക്രിയേറ്റ് ചെയ്ത് അതിന് ഒരു കവർ പിക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്മോക്കറിൻ്റെ ഒരു കവർ ആർട്ടിനെ, ഫാൻ ആർട്ടിനെ ഇത് ചെയ്തതാണ്. ലൈക്ക് മൈ ഹീറോ അക്കാഡമിയ August 5 തീരുന്നതാണ്. ലാസ്റ്റത്തെ ചാപ്റ്റർ August 5 റിലീസാവും എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ. August 5 ഇതാവുന്നത്. ലൈക്ക് ഇറ്റ് വാസ് എ ഗുഡ് റൺ, മൈ ഹീറോ അക്കാഡമി എൻഡ്സ്. പക്ഷേ വൺ പീസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഈ ചാപ്റ്റർ തോന്നുന്നില്ല. GTA 6 fall of 2026 ആണ്. വൺ പീസ് ഒരു 2027 വരെയെങ്കിലും പോകും. 2025 തീരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. ബട്ട് നോട്ട് ഷുവർ. ലെറ്റ്സ് സീ. ഐ മീൻ ഈ ചാപ്റ്ററൊക്കെ വായിച്ച് കേൾക്കുമ്പോഴത്തേക്കും ഫയറാണ്. അന്യായ സാധനമാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ. കാരണം മുമ്പത്തെ എപ്പിസോഡ്സ് ഒന്നും വലിയ അത്രയ്ക്കൊരു ഗുമ്മ വരുന്നതായിട്ടില്ലായിരുന്നില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്റർ വിഷയമാണ്. നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. നമ്മൾ മെയിൻ സംഭവം പിന്നെ വെക്കാം. സ്റ്റാർട്ടിങ് സ്പോയിലർസ് അലേർട്ട്. ഇത് ഫുള്ളി സ്പോയിലർ എപ്പിസോഡാണ്. സോ നമ്മൾ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. സോ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം മുടിഞ്ചി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു. സ്റ്റാർട്ടിങ് എന്താ മെസ്സേജ് തന്നെയാണ്, മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാണ്. ലൈക്ക് ഇപ്പോൾ പൈററ്റ്സ് പംപ്ഡപ്പ് ആണല്ലേ. ഈ നമ്മൾ ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ആർട്ട് വർക്ക് ഇതിനെ പറ്റിയിട്ട്. സോ പൈററ്റ്സ് ഫുള്ളി പംപ്ഡാണ്. ബാക്കി എല്ലാവരും വിഷമിച്ച് അയ്യോ ഇപ്പൊ ചാവും. ബാക്കി എല്ലാ ടീംസും മറ്റേ ഇങ്ങനെ വെള്ളം മുങ്ങി ചാവും, നമ്മളെ കുടുംബം മൊത്തം പോയെന്നുള്ള രീതിക്കാരെല്ലാം വെഗാപങ്കിനെ പ്രാപിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ. പക്ഷേ പൈററ്റ്സ് എല്ലാം മറ്റേതാ വൺ പീസ് റിയൽ ആണെന്ന് വെഗാപങ്ക് ദ മോസ്റ്റ് ജീനിയസ് മാൻ ഓൺ വൺ പീസ് വേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വൺ പീസ് ഈസ് റിയൽ. ഏകദേശം ഇപ്പൊ ആരൊക്കെ പറഞ്ഞു, ലൈക്ക് ആദ്യം റോജർ പറഞ്ഞു, എന്നിട്ട് വൈറ്റ് ബിയർഡ് പറഞ്ഞ്, ഇപ്പം ഇതും പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു പൈററ്റ് ആവാൻ തുടിക്കുന്ന ഹൃദയത്തിന്? എല്ലാ വാപ്പിളുകളും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഫുൾ ഓൺ ഇതായിരിക്കും, മറ്റേ റെഡ് ലൈനിലോട്ട് ആൾക്കാരെ മറ്റേ ഗ്രാൻഡ് ലൈറ്റ് സോറി ഇത് മറന്നുപോയി. ഗ്രാൻഡ് ലൈറ്റിലോട്ട് ഇനി ഇതായിരിക്കും, ഷിപ്പായിരിക്കും ഫുള്ള്. ഇവിടെ നമ്മൾ എല്ലാം പറകിക്കൊണ്ട് ഇറങ്ങും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സക്കാസുകി എവിടെ പോണ്, കുറച്ച് ലാവാക്കേക്ക് നിന്നിട്ട് പോകുന്നു വിഷയമായിരിക്കും. ലൈക്ക് സോ അങ്ങനത്തെ ഇതാ. എന്നാൽ നമ്മൾ കോബിയെ കാണുന്നുണ്ട്. കോബി പറയുന്നുണ്ട് ലൂഫിയുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സോ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും, ഫ്രണ്ട് വേഴ്സസ് ഫ്രണ്ട്. രസമായിരിക്കും തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ കോബിയുടെ ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലൂഫി ഗിയർ 5 കിട്ടി ഇപ്പം മറ്റേ ഏകദേശം ഒരു അപ്ഗ്രേഡ്. ലൂഫി സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യെങ്കിൽ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും ആണ്. പ്രത്യേകിച്ച് ലൂഫിയുടെ ഡ്രീമിനെയാണ് പൊട്ടിക്കാൻ നോക്കുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ലൂഫി ഈസ് ഗോണ ഗീവ് സം ഗ്രൗണ്ട് ടു ഹിം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നില്ല കോബി സ്റ്റാൻഡ്സ് എ ചാൻസ്. യു കാൻറ്റ് ബി ദാറ്റ് ഷുവർ അബൌട്ട് ദാറ്റ്. ഇതുവരെ കണ്ടിട്ടുള്ളത് വേണോന്ന് വെച്ച് കോബി ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആന്ന്. പക്ഷെ എന്നാലും ഗാർപ്പിനെ രക്ഷിക്കാനും കോബി അത്ര കേപ്പബിൾ ആയിരുന്നില്ല. ലൂഫി ഇപ്പോന്ന് പറഞ്ഞാൽ മറ്റേ കോബി സ്റ്റിൽ ഹാസ് റൂം ഫോർ ഗ്രോത്ത്. ട്രൂ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നിരുന്നാലും ഐ കാൻ സീ പെട്ടെന്നൊരു പവർ ബിൽഡ് വല്ലതും കയറി വരില്ല എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ഷോണൻ ആനിമേ, സോ വി ക്യാൻ എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് സ്റ്റിൽ റിലേറ്റീവ്ലി സ്പീക്കിംഗ് കോബി ഡസൻ സ്റ്റാൻഡ് എ ചാൻസ്. പക്ഷേ അത് എന്ത് പവറപ്പായിരിക്കും. ഇനിയിപ്പം വല്ല ട്രെയിനിങ് വല്ലതും ഉണ്ടോ എന്തോ, ഒരു ട്രെയിനിങ് ആർക്കും വല്ലതും കോബിക്ക് കിട്ടുമോ എന്നുള്ളത് പറഞ്ഞുകൂടാ. എന്തായാലും അത് ഓഫ് സ്ക്രീൻ ആയിരിക്കും, നമ്മൾ കാണാൻ പോകുന്നില്ല. പിന്നെ ഉള്ളത് നേരെ കട്ടു എന്താ പറയുക എഗ് ഹെഡിലോട്ട് വരെയാണ്. എഗ് ഹെഡിൽ നമ്മുടെ ജയൻറ്റ് റോബോട്ട് ഫൈറ്റിലാണ്. പെട്ടെന്ന് നമ്മളത് കാണുകയാണ്. ഗൈസ്, കോൺക്രസ് ഹാക്കി ഫ്രം എ റോബോട്ട്.
അതെ, റോബോട്ടിന്റെ അകത്തുനിന്ന് ഒരു നെക്സ്റ്റ് ലെവൽ ഷിറ്റ് ആയിട്ടുള്ള മറ്റേ ചെറിയ ഹാക്കിയൊന്നുമല്ല, മറ്റേ ആൾക്കാർ വരെ ഇങ്ങനെ ടിഷ് 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 ഇങ്ങനെ വീണ് പോകും. എല്ലാരും പേടിച്ചു. പക്ഷേ ആരാണ് പേടിച്ചത്? അതിലാണ് കാര്യം. ആരാണ് ഗൈസ് പേടിച്ചത് പറയൂ. ഇത്ര ബിൽഡപ്പ് കൊടുത്തിട്ടാവാൻ പറ്റില്ല. ഇമു വരെ പേടിച്ചു പോകുന്ന ടൈപ്പ്. ബാക്കിയുള്ള ഗൊറോസയുടെ എല്ലാം തിരിച്ചെത്തുകയും ചെയ്യും. അതാ പവർ പോയിന്റ് മറ്റേ ഇങ്ങനെ ഇത് ഇമു ആണെന്ന് തോന്നുന്നല്ലേ. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്ത് കാരണം ഇമു മറ്റേ ഇത് മുട്ടുകുത്തി ഇരിക്കുക. കോൺഗ്രസ് ആക്കി ഒരു കോൺഗ്രസ് ആക്കിയിൽ ഇമുവിനെ കാണിച്ചേക്കുന്ന ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പീക്ക് ലെവൽ ഓഫ് പവർ എന്ന് കാണിച്ച് ഇമു വരെ മറ്റേ പേടിച്ചു. അത് കോൺഗ്രസ് ആക്കി. ലൈക്ക് റിയൽ ആള് പോലും ഇല്ല, ആള് സ്റ്റോർ ചെയ്ത് വെച്ചെന്ന് പറയുന്നത്. നമ്മള് റോബോട്ടിന്റെ പേര് ഇതിൽ പറയുന്നുണ്ടല്ലേ, എമിത്ത് എന്നാണ് റോബോട്ടിന്റെ പേര്. സോ അതല്ല ഇറ്റ് ഡിബങ്ക്സ് എ തിയറി ഓൾസോ ദാറ്റ് ജോയ് ബോയ് വാസ് എ ജയന്റ്. പക്ഷേ മുടിയൻ ജിക്ക് അതിനെ പറഞ്ഞോളൂ. മോഡൽ നിക്ക ലൂഫിക്ക് അതിന്റെ പവർ കൊണ്ട് തോന്നുമ്പോൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. അതേപോലെ തന്നെയാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗിയർ 2 അല്ല ഗിയർ 3 അല്ലെങ്കിൽ ഗിയർ 4 സൈസ് മാറാൻ പറ്റും. 5th പിന്നെ ഒബ്വിയസ്ലി മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ജയന്റ് ആണ് ഈ ഫ്രൂട്ട് കഴിച്ചത് എങ്കിൽ അയാൾക്ക് ചെറുതാവാനും വലിയ താമസമൊന്നും വേണ്ടല്ല. പക്ഷേ ഒരു ജയന്റ് റോബോട്ട് ഇതിപ്പോൾ ഉള്ള സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റിംഗാണ്. അങ്ങനെ അത്രയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ് ആണ് നമുക്ക് പോർട്രേ ചെയ്യുന്നത്. ആ ഒരു സെറ്റിങ്ങിൽ മറ്റേ ഇങ്ങനെ കംപ്രസ്സായി ഹ്യൂമനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ലല്ല, അയാളിപ്പോ ജയന്റ്സിന്റെ അടുത്തല്ല നിൽക്കുന്നെങ്കിൽ അടുത്താണല്ലോ. അതല്ലല്ല, ജയന്റ് റോബോട്ട് ഓക്കെ. പക്ഷെ ഇതിന്റെ അകത്ത് കാണിക്കണേന്ന് വെച്ചാൽ ഈ ജയന്റ് റോബോട്ട് അപ്പോഴെവിടെയാ നിൽക്കുന്നത്? ഒരു കടലിന്റെ എവിടെയാണ് നിൽക്കുന്നത്, ഇയാള് ലാൻഡിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ലാൻഡിൽ സാധാരണ ആൾക്കാരുടെ ഇടയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു വെച്ചുകൂടെ? വെക്കാം, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ്. അതല്ല, അതൊരു ജയന്റ് സ്ട്രോ ഹാറ്റ്. അത് ഇമു ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആ ഫ്രോസൺ ആയിട്ടുള്ളൊരു ജയന്റ് സ്ട്രോ ഹാറ്റ് ആണ്. അപ്പോൾ ജോയ് ബോയ് എന്നുള്ളതൊരു ജയന്റ് ആണ് തന്നെയാണ്. അറിയില്ല. നമ്മൾക്ക് അടുത്ത എനിക്ക് മിക്കവാറും എൽബാഫിൽ അതിനെപ്പറ്റി ഒരു ഈ ലൈറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നല്ലേ. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ എൽബാഫിൽ എത്തുമ്പോഴേക്കും അതിനൊരു ലൈറ്റ് കിട്ടണം. ലൈക്ക് ജോയ് ബോയ് ജയന്റ് ആണോ അതിനെ പറ്റിയിട്ട്. എൽബാഫിന്റെ അകത്തുനിന്ന് ഒരു ടൺ ഒരു മിസ്റ്ററീസ് അൺഫോൾഡ് ചെയ്യും എന്ന് നമുക്ക് എനിക്കൊന്ന് ഒരു ഡ്രാഗന്റെ ബാക്ക് ഫ്ലാഷിങ്ങും എനിക്ക് എൽബാഫി കാണുന്ന എൻ്റെ ഒരു വിശ്വാസം. ഡ്രാഗന് ഷാങ്സിന്റെ ടെറിട്ടറി. അപ്പൊ ഷാങ്സിന്റെ കുറച്ച് ഇൻഫർമേഷൻ ഷാങ്സിന്റെ ടെറിട്ടറി ആണോ? കൈൻഡ് ഓഫ് യെസ്. കാരണം ഷാങ്സ് നമ്മള് എപ്പിസോഡ് കഴിഞ്ഞതിന്റെ മറ്റേ എപ്പിസോഡ് കിഡ് വേഴ്സസ് ഷാങ്സ് കണ്ടല്ലേ? കിഡിന്റെ ഉണ്ടായിരുന്ന പോണിഗ്ലിഫ് ഏതാ? എനിക്കൊന്നും ഇനിയിപ്പോ വൺ പീസ് എടുക്കാൻ വേണ്ടി പോണിഗ്ലിഫ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം 3ന്റെ ഇല്ലായിരുന്നല്ലോ? 3 ഇപ്പം ലൂഫിയുടെ 3 ഇല്ലേ? ലൂഫിയുടെ 3 അല്ലേ ഉള്ളത്? 3 അതിൽ എനിക്കൊന്ന് ബിഗ് മോമിന്റേതോ ബിഗ് മോമിന്റെ മാത്രം എന്തോ ആണ് ഇപ്പൊ ഉള്ളതെന്ന് തോന്നുന്നു. ബിഗ് മോമിന്റേതാണ് അവർക്ക് കൊടുത്തതെന്നാണ് എന്റെ ഉണ്ട്. മറ്റേത് വാനോടലും ഉണ്ട്. വാനോടത് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. കിഡിന്റെ തന്നെയാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു, എനിക്കിപ്പം തോന്നുന്നത് ബിഗ് മോം പാരസിന് സോയിലുള്ള ഇതുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഷാങ്സിന്റെ ഒരു ഡിസ്ട്രക്ഷൻ ആർക്ക് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഷാങ്സ് ബാക്കി മറ്റേ കൈഡോ ബിഗ് മോം പൈററ്റ്സിനെയൊക്കെ പോയി തിരിച്ചെടുക്കണമല്ലോ. പോണിഗ്ലിഫ്സ് അത് ആവശ്യമില്ലല്ലോ. ഷാങ്സിന്റെ അതുണ്ടല്ലോ. ബിഗ് മോമിന്റെയിലും കൈതയിലും ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇവന്റെ ഉണ്ടായിരുന്നത്, കിഡിന്റെ ഉണ്ടായിരുന്നത്. കിഡിനെ മറ്റേ റൊട്ടി ആക്കി വിട്ടില്ലേ, ജീവനും കൊണ്ടോടിയാ കടലിന്റെ പോയി തിരിച്ചു വരിക എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ടുപേരും ഡെവിൾ ഫ്രൂട്ട് കഴിച്ചവരാണ്. അല്ല, കിഡിന്റെ ക്രൂവില് ഫിഷ്മാൻ ഉണ്ടല്ലോ. വേഗാപങ്കിന്റെ സാറ്റലൈറ്റ്സിൽ ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിന് സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ കിഡിന്റെ ക്രൂവില് ഫിഷ്മാൻ ഉണ്ടല്ലോ. അവര് വല്ലതും തപ്പിപ്പിടിച്ചെടുത്തോണ്ട് വന്നാലേ ഉള്ളൂ. കടലിൽ വീണ് കഴിഞ്ഞാൽ പോയി നീന്തി എടുത്തോണ്ട് വരാം. കണ്ടറിയാം. സോ വി ഡോണ്ട് നോ ഗൈസ്. യു ആർ ദ എന്താ പറയാ, കമന്റ് ചെയ്യുക. നമ്മളിപ്പം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് മലയാളം കലർത്താൻ നോക്കിയതാണ്. അപ്പോൾ സോ ബേസിക്കലി അതാണ് വൺ പീസ് മാങ്ക
നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തതാണ്. പക്ഷെ കോൺഗ്രസ് ആക്കി സൂപ്പർ സാധനമായിരുന്നു. അതൊരു ആനിമേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ സത്യം ഐ കാൻ വെയിറ്റ് ടു സീ ഇറ്റ്. ഈ ഷാങ്ക്സ് വേഴ്സസ് കിഡ് നല്ല രസമായിരുന്നു. അപ്പൊ അതേപോലെ കിഡിനെ മറ്റേ കൊന്ന് കൊല വിളിച്ച് അത് ആ സെയിം സീനായിരുന്നു. സോ ലൈക്ക് ഐ കാൻ വെയിറ്റ് ടു സീ ദിസ് പാനൽ. എന്നിട്ട് മറ്റേ നമ്മുടെ ജയൻസിന്റെ ഹക്കോക്ക് അറ്റാക്ക് ഉണ്ടല്ലോ, ഷിപ്പിനെ അങ്ങ് തീർത്ത് കളഞ്ഞു. ഷാങ്സ് മറ്റേ വേണമെങ്കിൽ പൊടിയും കൊണ്ട് ജീവനോടെ പൊടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കിട്ടോ എമാരെ ഞങ്ങൾ തീർക്കോട്ടെ, ഞങ്ങളുടെ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് ഹക്കോക്ക്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇനിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് കാണാൻ ഭയങ്കര രസമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള അറിയില്ല, കമൻറ്റിൽ ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ എന്താ പറയുക ചാപ്റ്റർ റീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് വൺ പീസിനാണ്. നമുക്ക് ഇതേപോലെ ബറൂട്ടോ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ നമ്മൾ JJK അങ്ങനെ ഒരു സ്പോയിലർ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. കാരണം ഇത് എന്തായാലും നമ്മൾ ഒന്നുകൂടെ തുടക്കത്തിൽ എഡിറ്റ് ചെയ്യുമ്പോൾ സ്വാലി ആഡ് ചെയ്യുന്നതാണ് മാങ്ക സ്പോയിലർ അലേർട്ട്. മാങ്ക ഇത് പക്ക മാങ്ക ഫുൾ ഇതേ പോകുന്നതായിരിക്കും. നിങ്ങൾ ഇത് പറയാം, കാരണം മാങ്ക റീഡ് ചെയ്യുന്ന കുറേ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമൻറ്റ് വന്നാണ് നമ്മളിത് റീഡ് ചെയ്തത്. എനിക്ക് പേഴ്സണലായിട്ടും DM ചെയ്തിരുന്നു ഇങ്ങനെ വൺ പീസിൻ്റെ ചാപ്റ്റേഴ്സ് റിവ്യൂ ചെയ്താൽ നന്നായിരിക്കുമെന്ന്. സോ വീക്ക്ലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കഴിവതും മാങ്ക ഫോളോയിങ് ഇപ്പോഴും കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നത് മാങ്ക ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എല്ലാത്തിൻ്റെ മാങ്കയൊന്നും വായിക്കാറില്ല. എന്നിരുന്നാലും ലൈക്ക് ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് ബെറ്റർ ടു ബി ഹൈറ്റ്. പക്ഷേ എന്നാലും പറയുക. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് ആക്റ്റീവ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പാർട്ടാണെങ്കിൽ അവിടെ മാങ്ക ഡിസ്കഷനും ആനിമേ ഡിസ്കഷൻസും എല്ലാം നടക്കാറുള്ളതാണ്. സോ ഇഫ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് യു ക്യാൻ ഓൾസോ DM us on Instagram. Then we can add you on the WhatsApp group. And we also have a wide variety of anime merch, t-shirt, hoodies, sweats, posters, badges. ലിങ്ക് ഇവിടെ വരണം. ലിങ്ക് ഇവിടെ വരും. അല്ലാണ്ട് നമ്മൾ ഇതിൽ തന്നെ ടോപ്പിലുണ്ട്, കാണാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഒരു ലിങ്കും ഇട്ടേക്കാം. സോ താങ്ക് യു. സൈനോറ. ടാറ്റാ.